കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ കരിമണൽ കേസുമായിട്ടുള്ള മാസപ്പടി ഇപ്പം ഇത് കേരളത്തിലൊരു വലിയ ടോപ്പിക്കായി മാറി. നാഷണൽ മീഡിയയും അതിപ്പോൾ ടോപ്പിക്കിലോട്ട് കയറുകയാണ്. കാരണം ഇതൊരു നാഷണൽ ടോപ്പിക്കാണ്. കേരള മുഖ്യമന്ത്രിയുടെ മകള് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മിസ്യൂസ് ചെയ്ത് പണം ഉണ്ടാക്കി. അത് കാനഡയിൽ ഉണ്ടാക്കുവാൻ പോകുന്നു. മകളുടെ ഭർത്താവാണെങ്കിൽ പ്രധാനപ്പെട്ട 2 പോർട്ട്ഫോളിയോ അതിൻ്റെ മന്ത്രിയാണ് റിയാസ്. ഇനി നമ്മൾ നോക്കാം, ഈ കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ 7-8 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ചില കമ്പാരിറ്റീവായിട്ടുള്ള ചില സാമ്യതകളും പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് അതിനെപ്പറ്റി നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം നോക്കാം. എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ ഇത്രമാത്രം സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്കിടയിലും, അതായത് CPM വോട്ട് ചെയ്യുന്ന സഖാക്കളുടെ ഇടയിലും പാർട്ടി പ്രവർത്തകരുടെ ഇടയിലും വളരെ മോശമായിട്ട് അയാളെ പറ്റിയുള്ള ഒരു അഭിപ്രായം അങ്ങനെ ഉണ്ടായ കാരണം എന്താ? ആലോചിക്കേണ്ട സംഭവമാണ്. ഇപ്പം 5 വർഷം കഴിഞ്ഞപ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ജയിലിൽ വിടാൻ വേണ്ടി കേരളത്തിലെ ഒരു ജനങ്ങളും ആരും തന്നെ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അതിനുശേഷം ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹത്തെ പല രീതിയിലും കള്ളത്തരങ്ങളും കപടതകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ട് പോലും കേരളത്തിലുള്ള ജനങ്ങളുടെ അകത്തൊരു സോഫ്റ്റ് കോർണർ ആയിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത്, അതായത് ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. പക്ഷെ പിണറായി വിജയൻ എന്ന് പറയാൻ നേരെ ഓപ്പോസിറ്റായി. ആൾക്കാർക്ക് വല്ലാത്ത വെറുപ്പായി. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എന്നെ വിളിച്ചിട്ട്, CPMകാർ എന്നെ വിളിച്ചിട്ട് ഭയങ്കര സന്തോഷത്തിൽ അവർ ചിരിക്കുന്നത്. അവർ പറയുന്നത് ഈ വൃത്തികെട്ടവൻ, ആ വാക്കാണ് ചില ഒരാൾ ജില്ലാ കമ്മിറ്റി അംഗം, ഇത് തന്നെ ഉണ്ടാകണം, ഈ രീതിയിലാണ് സംസാരിച്ചത്. എന്താ അങ്ങനെ പറയാനുണ്ടായ കാരണം? പിണറായി വിജയനെ പറ്റി അത്ര മോശമായ രീതിയിൽ പാർട്ടി സഖാക്കളും പാർട്ടി അനുഭാവികളും കേരളത്തിലുള്ള വലിയൊരു വിഭാഗം ജനങ്ങളും ഇങ്ങനെ പറയാനുണ്ടായ കാരണം എന്താ? ഇത് കേരളത്തിലെ CPM പാർട്ടി അന്വേഷിക്കേണ്ട ഘടകമാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും പിണറായി വിജയൻ ഓരോ സമയത്തും ഓരോ കള്ളങ്ങളും കപടതകളും അതേപോലെ വളരെ ബോസ്റ്റിംഗ് ആയിട്ട് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഇവർക്കൊക്കെ അറിയാം ഇത് മുഴുവൻ കള്ളത്തരമാണെന്ന്. അത് ആദ്യകാലത്തില്ലായിരുന്നു. ഇപ്പോഴാണ് പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും കള്ളമാണെന്ന് പറയുന്ന സഖാക്കൾ കേരളത്തിൽ ഉണ്ടാകാൻ തുടങ്ങി. അതെന്താ അങ്ങനെ ഉണ്ടാകാൻ കാരണം? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ പറയുന്നത്. ഇപ്പൊ PV ഞാനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അപ്പം നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, എനിക്ക് പല സഖാക്കന്മാരും നേരിട്ടുള്ള ബന്ധമുണ്ട്. അവരൊരു അയാൾ തന്നെ, അത് ചിലപ്പോൾ പാർട്ടിക്ക് വേണ്ടി മേടിച്ചതായിരിക്കും. പക്ഷെ മകൾക്ക് വേണ്ടി കൂടെ മേടിക്കാൻ വേണ്ടി പിണറായി വിജയൻ നിന്നുകൊടുത്തു. അതിനോട് ഒരിക്കലും യോജിക്കാൻ സാധിക്കുകയില്ല. പിന്നീട് എന്താണ് പിണറായി വിജയൻ ഇത്ര വെറുപ്പുണ്ടാകാനുണ്ടായ കാരണം? പാർട്ടിക്കാർക്ക് ഉറപ്പായിട്ടും റിയാസിനെ ഇങ്ങനെ പൊക്കി എടുത്ത് നടക്കുകയാണ്. റിയാസിനെ അടുത്ത് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് പല രീതിയിൽ പെനട്രേറ്റ് ചെയ്യാൻ കൊണ്ടുവരുന്നു. ഇതൊക്കെയാണ് കാരണം. ഇതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ അവർ കേൾക്കാത്ത സംഭവങ്ങളൊക്കെയാണ് പിണറായി വിജയൻ റിയാസിനെ മരുമകനെ പലയിടത്തും എത്തിക്കുവാൻ വേണ്ടി കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന മറ്റുള്ള IT ബേസ്ഡ് ഇടപാടുകളിൽ, അതായത് ട്രാഫിക്കിൻ്റെ AI ക്യാമറയാണെങ്കിലും മകനുമായിട്ട് മകൻ്റെ ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഈ വീണ വിജയനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇപ്പം ആൾക്കാർക്കെല്ലാം പുകമറയിൽ ഷാഡോ ഇല്ലാതെ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിനകത്ത് സത്യമുണ്ട്. ഇപ്പം അതിനകത്ത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം സ്വപ്ന സുരേഷ്, അതായത് ഈ പറയുന്ന ഗോൾഡ് ആ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ഓരോ ദിവസവും ഓരോ എക്സ്പോസയായിരുന്നു ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്.
ഞാൻ അന്നും വിശ്വസിക്കുന്നില്ല സ്വപ്ന സുരേഷ് പറയുന്നത്, കാരണം ചെമ്പിനകത്ത് സ്വർണം കൊണ്ടുവന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണ കച്ചവടം നടത്തുന്നു, അതിൽ കൂടെ പണം ഉണ്ടാക്കുന്നു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. കാരണം ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാൻ 100 കണക്കിന് അവസരങ്ങളുണ്ട്. ഇത് ഗൾഫിൽ നിന്ന് പണം ഉണ്ടാക്കി അവിടുന്ന് ദുബായിൽ നിന്ന് ഇവിടുത്തെ കോൺസുലേറ്റുമായിട്ട് സഹകരിച്ച് പണം ഈ സ്വർണം കൊണ്ടുവന്ന് പണം ഉണ്ടാക്കി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. അതേപോലെ KT ജലീലിനെ പറ്റി ഖുറാന്റെ അകത്ത് ഇങ്ങനെ പണം വെച്ചുകൊണ്ട് പോയി, അതും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു കേരളത്തിലൊരു മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും, കാരണം എനിക്കറിയാം ഇവർക്ക് ഏതൊക്കെ രീതിയിൽ പണം ഉണ്ടാക്കാൻ സാധിക്കും. ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ ഒരു മന്ത്രിമാർക്കും ഏതൊക്കെ രീതിയിൽ പണം ഉണ്ടാക്കാൻ സാധിക്കും എന്നതിനെപ്പറ്റി ഏകദേശ ധാരണ എനിക്കുണ്ട്. കാരണം എത്ര വർഷമായിട്ട് ഈ ജോലി ഞാൻ ചെയ്യുന്നു, അതെ ഈ ജേർണലിസം ജോലി. അപ്പം അങ്ങനെ സാഹചര്യം ഉള്ളപ്പോൾ ഈ സ്വപ്ന സുരേഷ് പറഞ്ഞതിൻ്റെ അകത്ത് ഞാനൊരു 5% അത് വിശ്വസിക്കുന്നില്ല. പിന്നെ ശിവശങ്കരനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ശിവശങ്കരൻ ഈ പറയുന്ന ഇവിടുന്ന് പണം അങ്ങോട്ട് സൈഫൺ ചെയ്തു, ഇങ്ങോട്ട് കൊണ്ടുവന്നു, അത് കൊണ്ടുവന്നു, അത് വളരെ സീരിയസ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട്, ചാർജ് ഷീറ്റ് കൊടുക്കുന്നുണ്ട്, സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് കൊടുക്കും, അതൊക്കെ അവിടെ പോകട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഈ സ്വപ്ന സുരേഷിൻ്റെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ ഈ വീണ വിജയന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടതുപോലെ ആ സീരിയസ് ആയിട്ട് സ്വപ്ന സുരേഷിന്റെ കാര്യം ഞാൻ എടുക്കുന്നില്ല, ഒരു കാരണവശാലും എടുക്കുന്നില്ല. കാരണം അതിനകത്ത് പറഞ്ഞതിൻ്റെ അകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ് പലതും. അതേപോലെ തന്നെയാണ് ഈ സരിത, അതായത് ഈ സോളാറുമായിട്ട് ബന്ധപ്പെട്ട ആ സ്ത്രീ പറഞ്ഞ ആരോപണങ്ങൾ. അത് കേരളത്തിൽ നിന്ന് തെക്ക് മുതൽ വടക്ക്, പിന്നെ ഡൽഹിയിലും പോയി, അവിടെയും പോയി വായി തോന്നൊക്കെ വിളിച്ചു പറയുന്നു. പക്ഷെ വീണ വിജയന്റെ കേസ് എന്ന് പറയുന്നത് ഇൻട്രീം സെറ്റിൽ ബോർഡ്, ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽ ബോർഡിന്റെ ഒരു ഓർഡർ, അതിനെ തുടർന്ന് വീണ വിജയൻ ഈ പണം കൊടുത്തു. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡയറക്റ്റ് മുഖ്യമന്ത്രി കോംപ്രമൈസ് ചെയ്തേക്കുവാണ്. അതാണ് ഇവിടുത്തെ ഇഷ്യൂ. അതായത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് CPM-കാരന്മാരെ മുഴുവനും മുഖ്യമന്ത്രി പോടാ പുല്ലേ എന്നുള്ള രീതിയിലാക്കി. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി നമ്മൾ ഇനി സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചില സംഭവങ്ങൾ. കാരണം കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന കണ്ണൂർ കമ്മ്യൂണിസം, വിപ്ലവ കമ്മ്യൂണിസം, പാർട്ടി ഗ്രാമങ്ങൾ. പക്ഷെ കണ്ണൂരിൽ നിന്നുള്ള സഖാക്കള് ഹൈലി കറപ്റ്റഡ് ആണ്. നോക്ക്, ഏതായാലും പിന്നെ ഈ പറയുന്ന VS അച്യുതാനന്ദനെ പറ്റിയും ഈ ട്രാവൻകൂർ ഭാഗത്തുള്ള സഖാക്കളെ പറ്റിയും കേരളത്തിന്റെ മധ്യ തിരുവിതാംകൂർ സഖാക്കളെ പറ്റിയും ഇതേപോലെ ആരോപണം ഉണ്ടാകത്തില്ല. അതേപോലെയാണ് കണ്ണൂർ സഖാക്കളെ പറ്റിയുള്ള ആരോപണം. പിണറായി വിജയൻ, EP ജയരാജൻ മോശമാണ്, അയാളുടെ മകൻ, അയാളുടെ ഭാര്യ, അത് ഭാര്യ റിട്ടയർമെന്റ് ചെയ്ത പണം കൊണ്ടാണ് റിസോർട്ട്. അപ്പൊ ഈ റിട്ടയർമെന്റ് ചെയ്യുന്ന പണം ഇത്രയാണ്, 10-15 കോടിയാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥ, ടീച്ചറോ ഒരു താഴേക്കടയിലുള്ള ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പണം. എന്റെ ചോദ്യമാണ്. അതുപോലെ പിണറായി വിജയനും പറഞ്ഞു, പുള്ളിയുടെ അദ്ദേഹത്തിന്റെ വൈഫ് റിട്ടയർ ചെയ്ത പണം കൊണ്ടാണ് മകൾക്ക് ഈ IT കമ്പനി തുടങ്ങിയത്. കാനഡയിലും ഈ കമ്പനി തുടങ്ങാൻ വേണ്ടി ഈ അദ്ദേഹത്തിന്റെ വൈഫ് റിട്ടയർ ചെയ്ത പണമാണ്. അപ്പൊ എത്രയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് റിട്ടയർ ചെയ്ത പണം കിട്ടിയത്? 7-8 കോടിയാണ്. ഇത് ലോകത്തല്ല എവിടെയും ഇല്ലാത്ത റിട്ടയർമെന്റ് ആണ് പിണറായി വിജയന്റെ ഭാര്യ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയത്. എന്റെ ചോദ്യമാണ്. അതേപോലെ തന്നെ പിണറായി വിജയൻ ജോലിയൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ഈ പറയുന്ന രാഷ്ട്രീയവും പരിപാടിയായിട്ട് നടക്കുവാണ്. ഈ വീട് പണിതത്, അതായത് പിണറായി വിജയന്റെ അവിടെയുള്ള വീട് എങ്ങനെയായാലും ഏകദേശം 2300-2400 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. അപ്പൊ ആ വീട് പണിയാൻ വേണ്ടി പണമൊന്നും ലോൺ എടുത്തില്ല. അതും ഈ റിട്ടയർമെന്റിൽ നിന്ന് അതും എന്തെങ്കിലും കള്ളത്തരമാണോ പറഞ്ഞത്? ഇത് മനുഷ്യനൊക്കെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള കള്ളത്തരങ്ങൾ പറയുവാൻ ആദ്യം മനസ്സിലാക്കുക. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുപോലെയാണ് ഈ കമ്പനി, എക്സാലോജിക് കമ്പനി CMR-ല് ഈ MS വേർഡും
മൈക്രോസോഫ്റ്റ് ഓഫീസും കൊടുത്തിട്ട് 1,76,00,000 രൂപ എല്ലാ മാസവുമായിട്ട് മാസപ്പടി കിട്ടിയെന്ന് ഇത് കേരളത്തിലെ ഈ AKG സെന്ററിലെ സഖാക്കളോട് പൊട്ടന്മാരോട് പറഞ്ഞാൽ മതി. അറിയാവുന്നവർക്കറിയാം എത്രയാണ് ഇതിന്റെ ചെലവുള്ളതെന്നും ഇതെങ്ങനെയാണ് എത്രയാണ് ഇതിന്റെ ആകെ പടമുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ അതിലേക്കല്ല വീണ്ടും കിടക്കാൻ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം പറയുന്നൊരു സംഭവമുണ്ട്. കേരളത്തിലെ വലിയൊരു ശതമാനം ജനങ്ങൾക്കും മലയാളികൾക്കും ഇന്ന് പിണറായി വിജയന്റെ ഭരണകാലം എന്ന് പറഞ്ഞ കഷ്ടകാലമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. സഖാക്കൾ പോയി ഇതിനെപ്പറ്റിയുള്ള താഴേക്കിടയുള്ള രീതിയിൽ പോയി കണ്ട് മനസ്സിലാക്കണം. അവർക്കും അറിയാം താഴേക്കിടയുള്ള എത്രയോ താഴേക്കിടയുള്ള ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലുള്ളവർ പറയാറുണ്ട് വളരെ കഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പൊ അവർ പറയുന്നത് വേറൊരു വഴിയില്ല. കാരണം ഗ്രാമാന്തരീക്ഷം മുഴുവനും ഗ്രാമത്തിന്റെ എക്കോണമി തകർന്നു, ശരിക്കും തകർന്നു. കാരണം അവർക്ക് ഡെയിലി വേജസ് എന്ന് പറയുന്ന അതില്ലാതായി. വേറെ അടുത്തൊരു സുഹൃത്ത് ഈ കേരളത്തിലുള്ള ഈ എമിഗ്രന്റ് ജോലിക്കാരെ പറ്റി റിസർച്ച് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു യൂണിവേഴ്സിറ്റി സ്കോളർ, അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ കേരളത്തിൽ നിന്ന് ഈ ബംഗാളികളായിട്ടുള്ള ജോലിക്കാരെ കേരളം വിട്ടുപോകും. കാരണം തൊഴിലില്ല, നാച്ചുറലായിട്ട് തൊഴിലുണ്ടാകുന്നില്ല, എക്കോണമി വളരെ മോശം, ഗൾഫിൽ നിന്നുള്ള പണം വരുന്നില്ല, വളരെ ബുദ്ധിമുട്ടിയാണ് ആളുകൾ പോകുന്നത്. ഇതാണ് അതിന്റെ കാരണം. ആ രീതിയിലോട്ട് കേരളത്തെ മാറ്റുകയും ഈ പറയുന്ന കേരളത്തിന്റെ ഭരണം മുഴുവനും പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മകൾക്കും മകനും പിന്നെ മരുമകനും അടുത്ത മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ആളുകൾക്ക് പിടികിട്ടുന്നുണ്ട് ശരിക്കും. അതുകൊണ്ടാണ് പല ആൾക്കാരും മനസ്സുകൊണ്ട് ചിലരും പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുന്നു പിണറായി വിജയൻ അങ്ങ് ഇറങ്ങിപ്പോയാൽ മതി. പല സഖാക്കളും എന്നോട് പറഞ്ഞിട്ട് എങ്ങനെയാ ശൈലജ ടീച്ചറോ മറ്റുള്ളവരോ വന്നാൽ മതി, ഈ മനുഷ്യൻ അങ്ങ് ഇറങ്ങിപ്പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ഒരു പോക്കാണെങ്കിൽ പാർട്ടി പോലും ഇല്ലാതാകും എന്ന് പറഞ്ഞ് എത്രയോ പ്രോപ്പറായിട്ടുള്ള സഖാക്കൾ എന്നോട് പറഞ്ഞു. കാരണം ഓരോ രീതിയിലും കാരണം ഇവരുടെ ഇടയ്ക്കും ഇതേപോലെയുള്ള ടോക്സ് ഉണ്ട്. കാരണം പല നേതാക്കൾ, ഇപ്പം കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യം അയാൾ പറഞ്ഞ സത്യമാ. പെട്ടെന്ന് കടകംപള്ളി സുരേന്ദ്രനോട്, അയാൾ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, സെക്രട്ടേറിയറ്റ് ഏതെണ്ണം വണ്ണാൻ കേട്ട അയാളോടും പെട്ടെന്ന് ക്ഷമ, കാരണം റിയാസിനെതിരെ പറഞ്ഞു. ആലോചിച്ച് നോക്ക്, കേരളത്തിലെ റോഡിന്റെ സ്ഥിതി എല്ലാവർക്കും അറിയാം. അപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല, മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ പറ്റത്തില്ല, അപ്പൊ ആനക്കെതിരെ പറ്റത്തില്ല, ആന പിണ്ടത്തിനെതിരെ പറ്റത്തില്ല, അതേപോലെ ആനയുടെ മകൾക്കെതിരെ പറ്റത്തില്ല. ആ രീതിയിലാക്കിയെടുക്കുകയാണ്. അപ്പം അതേപോലെ തന്നെ കണ്ണൂരെ മറ്റുള്ള സഖാക്കളെ എടുക്കുക. അപ്പം ഒരു ടീച്ചർ, കാരണം പാർലമെന്റ് അവര് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ മാസ്റ്റേഴ്സ് ഒക്കെ എടുത്തതാണ്. അവരുടെ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ ആ ഇംഗ്ലീഷിനെ പറ്റി ഡിക്ഷണറി വരെ എഴുതുന്നുണ്ട് നമ്മുടെ. അപ്പൊ അവരുടെ മകൻ ഈസ് ഓൾസോ കറപ്റ്റ്. അപ്പൊ കണ്ണൂരുള്ള നേതാക്കന്മാർ ഇതേപോലെ കറപ്റ്റായിട്ട് വരികയും പിന്നെ മരിച്ചുപോയ കോടിയേരിയുടെ 2 മക്കളും. എന്താ ഇങ്ങനെ കണ്ണൂർ സഖാക്കൾ മാത്രം ഇത്രയും കറപ്റ്റായിട്ട് വരുന്നത്? ഇവരെല്ലാം അവരുടെ മക്കൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കി വെക്കുന്നത്. അതാണ് തമാശ. അതായത് കേരളം എന്ന് ഭരിക്കാൻ കിട്ടിക്കഴിഞ്ഞപ്പം കേരളത്തിലെ സഖാക്കൾ തന്നെ പറയുന്നുണ്ട്, അതായത് കണ്ണൂർ സഖാക്കളാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ആ രീതിയിലോട്ട് കേരളത്തിലെ പാർട്ടിയെ മാറ്റിയെടുത്തു. ഇതാണ് പിണറായി വിജയനും കണ്ണൂർ സഖാക്കളും കേരളത്തിന് കൊടുത്ത സംഭാവനയും. അതേപോലെ തന്നെ കേരളത്തിനെ അഴിമതിയുടെ അതായത് നാശമാക്കി മാറ്റി കേരളത്തെ അരാജകത്വത്തിലോട്ട് കൊണ്ടുപോയി 7.5 വർഷം കൊണ്ട് പിണറായി വിജയൻ.